വെള്ളനാട് ശശി പട്ടാപ്പകൽ സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ച സംഭവത്തിൽ നീതി വേണമെന്ന പരാതിക്കാരി ഗീത. ശശിക്കെതിരെ ചുമത്തിയത് നിസ്സാര വകുപ്പുകളെന്നും ഭയം കൂടാതെ കട നടത്താൻ സൗകര്യം വേണമെന്നും ഗീത ദേശീയ പട്ടികജാതി കമ്മീഷനും ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകി. കഴിഞ്ഞ 20-നാണ് വെള്ളനാട് വില്ലേജ് ഓഫീസിന് സമീപത്തെ തട്ടുകടയിലെത്തി വെള്ളനാട് ശശി സ്ത്രീകൾക്കും കുട്ടിക്കും നേരെ അതിക്രമം നടത്തിയത്. തുടർന്ന് പോലീസ് കേസെടുത്തെങ്കിലും നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത്. ഈ സാഹചര്യത്തിലാണ് നീതി തേടി കുടുംബം രംഗത്തെത്തിയത്. ദേശീയ പട്ടികജാതി കമ്മീഷനും ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും കുടുംബം പരാതി നൽകി. നിരവധി തവണ ശശി തങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷവും ഭീഷണിയുണ്ട്. പേടികൂടാതെ കട നടത്താൻ സാഹചര്യം ഉണ്ടാക്കണമെന്ന് പരാതിക്കാരി ഗീത പറഞ്ഞു. നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് വന്നത്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ഞങ്ങൾക്ക് പേടി കൂടാതെ അവിടെ കട നടത്തണം. ഞങ്ങൾ പറഞ്ഞ രീതിയിലൊന്നും അല്ല അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ, അല്ല ഈ കട അടച്ചിട്ടിട്ട് പോകാൻ പറ്റില്ല. ഒരുപാട് കടമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം തീരണമെന്നുണ്ടെങ്കിൽ കട മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോയാലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. പാർട്ടി സംരക്ഷണമാണ് വെള്ളനാട് ശശിക്കെന്നും സംഭവത്തിൽ നീതി ലഭിക്കണമെന്നും BJP നേതാവ് മുളേറ രതീഷും വ്യക്തമാക്കി. ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് അവരോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും. കുട്ടിക്കെതിരായിട്ടുള്ള ആക്രമണത്തിലെ പോലീസ് കേസെടുക്കാൻ തയ്യാറാവണം, അട്രോസിറ്റി പ്രകാരമുള്ള കേസെടുക്കാനും തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സമരത്തിനോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. സംഭവത്തിൽ CPM വെള്ളനാട് ശശിയെ സംരക്ഷിക്കുന്നതിൽ പാർട്ടിയിലും ഭിന്നത രൂക്ഷമാണ്. ജനം, തിരുവനന്തപുരം.